നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിലെ ഡ്രസ്സിംഗ് റൂമിലെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായ രൂപത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് എന്താണ്? പുറകിലൊരു കാരണം കാണുമല്ലോ. കാർലോ അഞ്ചലോട്ടിയുടെ കീഴിൽ കളിച്ചിരുന്ന കാലത്ത് നമ്മൾ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും പുറത്തേക്ക് വരുന്നൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പൊടുന്നനെ ഈ രൂപത്തിലേക്ക് മാറുന്നു. അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് സാബി അലോൺസയെ സാക്ക് ചെയ്തതാണ് എന്നിപ്പോൾ എൽ മുണ്ടോ റിപ്പോർട്ട് ചെയ്യുന്നു. അവർ പറയുന്നത് സാബി അലോൺസോ ക്ലബ്ബ് വിട്ടതിന് ശേഷം ഡ്രസ്സിംഗ് റൂം ഇൻക്രീസിംഗ്ലി ഡിവൈഡഡായി, രണ്ട് ചേരിയായിട്ട് മാറി. അത് ഡ്രസ്സിംഗ് റൂമിലെ എൻവയോൺമെൻറ്റ് വളരെ ടോക്സിക് ആക്കി മാറ്റി. ഒരു ഗ്രൂപ്പ് സാബിയെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു, വൈൽ അനദർ പ്രിഫേർഡ് ആർബിലോവ, മറ്റൊരു ഗ്രൂപ്പ് ആർബിലോവയെ സപ്പോർട്ട് ചെയ്യുന്നവരും. ഈ സംഗതി പൂർണ്ണമായിട്ടും ടീമിന് ഒരു ഡിവിഷൻ ഉണ്ടാക്കി. ഈ ചേഞ്ച് ഒരുപാട് പേര്, അതായത് സാബി അലോൺസോയെ മാറ്റിയത് ഒരുപാട് പേര് ഡിസപ്രൂവ് ചെയ്ത കാര്യമാണ്. പല താരങ്ങൾക്കും അതിൽ എതിർപ്പുണ്ടായിരുന്നു. ഇതാണ് ഇൻറ്റേർണൽ ഡിസ്പ്യൂട്ട്സുകളിലേക്ക് മാറ്റിയത് എന്നാണ് എൽ മുണ്ടോയുടെ റിപ്പോർട്ട്. ഇപ്പോൾ ക്ലബ്ബിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ആ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ആ വാർത്ത ലീക്ക് ചെയ്യുന്നത് ഇൻറ്റൻഷനലി ചില താരങ്ങൾ തന്നെ ലീക്ക് ചെയ്യുന്നതാണ്, മാധ്യമങ്ങളിലേക്ക് കൊടുക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു സംഭവം എൽ മുണ്ടോ റിപ്പോർട്ട് ചെയ്യുന്നത്, റയൽ മാഡ്രിഡിൻ്റെ ചില താരങ്ങൾ ഒരു ബെഞ്ചിലിരുന്നു കൊണ്ട് ആൽവരോ ആർബിലോവയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന അദ്ദേഹം നേരിട്ട് കേട്ടു. വായ പൊത്തിക്കൊണ്ട് അദ്ദേഹത്തെ കോൺ, നമ്മൾ ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്തൊക്കെ വെക്കുന്ന കോൺ ഉണ്ടല്ലോ, അങ്ങനെ ഒരു കോണാണ് എന്ന് പോലും അദ്ദേഹത്തെ കളിയാക്കി പറഞ്ഞ് അദ്ദേഹം അത് കേട്ടതിന് ശേഷം ആ താരങ്ങളെ പിന്നീട് ഇറക്കാറില്ല എന്നുകൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചുരുക്കത്തിൽ അവിടെ കാര്യങ്ങൾ ഒട്ടും സ്മൂത്തല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇന്നലെ അടിയുണ്ടായി, അതിനു മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കം ഉണ്ടായപ്പോൾ ഫെഡെ വാൽവർദെ എല്ലാവരോടും മാപ്പ് പറഞ്ഞു, പക്ഷെ ഓർലിൻ ഷോമനിയോട് മാത്രം മാപ്പ് പറഞ്ഞില്ല. ഇന്ന് എല്ലാവർക്കും കൈ കൊടുത്തു, ഓർലിൻ ഷോമനിക്ക് കൈ കൊടുത്തില്ല. ഇന്നലെ മിനിഞ്ഞാന്നാണ് ആദ്യം തർക്കം ഉണ്ടാകുന്നത്. ഇന്നലെ എല്ലാവരും കൈ കൊടുത്തു, ഷോമനിക്ക് കൈ കൊടുത്തില്ല. അങ്ങനെ ഒടുവിൽ അവർ തമ്മിൽ വലിയ പ്രശ്നത്തിലേക്കും അടിയിലേക്കും കാര്യങ്ങൾ പോവുകയായിരുന്നു. റയൽ മാഡ്രിഡ് പ്ലെയേഴ്സ് ഫെഡെ വാൽവർദയുടെ ആറ്റിറ്റ്യൂഡിൽ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ്. കാര്യങ്ങൾ ഒരു കാര്യവുമില്ലാതെ ഷൂമനിയോട് വലിയ രൂപത്തിൽ അദ്ദേഹം പ്രശ്നമുണ്ടാക്കിയതാണ് എന്നാണിപ്പോൾ റയൽ ഡ്രസ്സിംഗ് റൂമിൻ്റെ മൊത്തത്തിലുള്ള ഒരു നിലപാട് എന്നുകൂടി ഇപ്പോൾ സ്പാനിഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും വളരെ വളരെ വല്ലാത്ത ദുർഘടമായിട്ടുള്ളൊരു സ്ഥിതിയിലേക്കാണ് റയൽ പോയിരിക്കുന്നത്. ഡ്രസ്സിംഗ് റൂമിനെ നല്ല രൂപത്തിലേക്ക് കൊണ്ടുവരാൻ മികച്ചൊരു കോച്ചിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അത് ഹോസെ മൊറീഞ്ഞോ ആകുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ഇത് നേരത്തെയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ആഞ്ചലോട്ടിയെ പോലെ ഒരാൾക്ക് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ വന്നവർക്കാർക്കും അതിന് സാധിച്ചില്ല എന്നുള്ളിടത്താണ് റയലിൻ്റെ പ്രശ്നം കിടക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.